എല്ലാവരും ആദ്യം എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കല്യാണം കഴിഞ്ഞതാണോ? അപ്പൊ ഞാൻ അല്ല എന്ന് പറഞ്ഞാല് അതെന്താ ഇത്ര പ്രായമായിട്ട് കല്യാണം കഴിക്കാത്തത്? കല്യാണം ഒക്കെ വേണ്ടേ, ഒരു ജീവിതം വേണ്ടേ? ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചത്, അതായത് ലീഗലി ഒരു മാരേജിലേക്ക് ഏർപ്പെടുന്നില്ല എന്ന് തീരുമാനിച്ചത് വളരെ വളരെ നേരത്തെയാണ്. 15th ഇയറിൽ തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കുട്ടികളും വേണ്ട, കല്യാണവും വേണ്ട. അതിനുള്ള കാരണം ഇതാണ്, മാൻ ഈസ് ബൈ നേച്ചർ പോളിഗാമസ് എന്നെനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. ഞാൻ കല്യാണം കഴിച്ച ഒരാൾക്ക് ഞാൻ എന്നെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എന്നെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വേറൊരു പെണ്ണിൻ്റെ അടുത്ത് പോകും എന്നുള്ളത് എനിക്കറിയാം. സിമിലർലി അയാൾ മാത്രമല്ല, ഒരു പുരുഷനിൽ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവുന്ന ആളല്ല ഞാൻ. എൻ്റെ ഇമോഷണൽ തേഴ്സ്റ്റ്, എൻ്റെ വൾണറബിലിറ്റീസ്, ഈ വക കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരു പുരുഷനെ കൊണ്ട് ഒരിക്കലും എൻ്റെ കാര്യത്തിൽ സാധിക്കില്ല. സോ ഒരു പക്ഷേ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു 5 വർഷത്തിന് ശേഷമാണ് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, അഥവാ എനിക്ക് ഏറ്റവും അധികം സ്നേഹിക്കാൻ പറ്റുന്ന, എന്നെ നന്നായി മനസ്സിലാക്കുന്ന, ഇമോഷണലി ഫിസിക്കലി സെക്ഷുവലി എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടു എന്ന് വിചാരിക്കും. സെക്സിന് വേണ്ടി ഉള്ള പാർട്ട്ണറിനെ ഒഴിവാക്കി വേറെ അടുത്ത് പോകേണ്ട ഗതികേടൊന്നും എനിക്കില്ല. പക്ഷേ ഇമോഷണലി അതിനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ഇമോഷണലി എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വ്യക്തി എനിക്ക് കിട്ടിയാൽ, എന്റെ പ്രസന്റ് ഭർത്താവ് എന്നെ അത്രത്തോളം ഇമോഷണലി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായും 100ൽ 1000% ഞാൻ ആ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വ്യക്തിയുടെ അടുത്തേക്ക് പോയിരിക്കും. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഒന്നുമല്ല, ചിലപ്പോൾ 1, 2, 3. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാത്തത്. പിന്നെ എന്റെ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി ഞാൻ ഉള്ളപ്പോൾ തന്നെ തീർച്ചയായും വേറെ പെണ്ണുങ്ങളുമായി സെക്ഷുവലി ഏർപ്പെടും, ഇമോഷണലി അല്ല, സെക്ഷുവലി ഏർപ്പെടും എന്നുള്ള വ്യക്തമായ ബോധ്യവും എനിക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു എക്സ്പെരിമെന്റേഷൻ, കല്യാണം എന്ന് പറയുന്ന എക്സ്പെരിമെന്റേഷൻ, അല്ലെങ്കിലും അത് സൊസൈറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ കല്യാണം എന്ന് പറയുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷൻ, മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് പ്രസക്തി ഇല്ലാത്തത് കൊണ്ടും, അതൊരു സോഷ്യൽ കൺവെൻഷൻ ആയതുകൊണ്ടും, മാൻ ബൈ നേച്ചർ പോളിഗാമസ് ആയതുകൊണ്ടും, സ്ത്രീകൾ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനും വേണ്ടി പോയിട്ട് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നവരായതുകൊണ്ടും, പുരുഷന്മാർ സെക്ഷൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം നല്ല ഇമോഷണൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഉള്ളിടത്ത് തച്ചുടച്ച് പോകുന്ന ആൾക്കാരായതുകൊണ്ടും ഈ ഒരു പരിപാടിക്കേ നിൽക്കണ്ട എന്ന് ഞാൻ പൂർണ്ണമായി തീരുമാനിച്ചു. ലോൺലിനെസ് വരില്ലേ? അടുത്ത ചോദ്യം വരാറുണ്ട്. ലോൺലിനെസ് തോന്നാറുണ്ട്, പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ ലോൺലിനെസ് മാത്രമല്ലേ ഉള്ളൂ, അതിൽ മൂന്നാമതൊരു വ്യക്തി ഇല്ലല്ലോ. ഞാനും ലോൺലിനെസ് മാത്രമല്ലേ വേണ്ടൂ. അപ്പോൾ അത് കാരണം എനിക്കൊരു ആപത്തോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഞാൻ വിവാഹം കഴിച്ച വ്യക്തി, സെക്സ് ചെയ്ത പെണ്ണ് അസുഖമുള്ളവളാണെങ്കിൽ ആ അസുഖം നേരെ അയാൾ എനിക്കാണ് കൊണ്ടുതരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇത്തരം റിസ്ക് എടുക്കാൻ, ഇപ്പൊ കോണ്ടം ഉപയോഗിച്ചു എന്ന് തന്നെ ഇരിക്കുക, കോണ്ടം ഉപയോഗിക്കാനുള്ള മാനസികാവസ്ഥ അയാൾക്ക് ഉണ്ടെങ്കിൽ പ്രശ്നമുണ്ടാവില്ല. പക്ഷേ കോണ്ടംസ് ഇല്ലാതെയാണ് ഇവ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ ഐ വിൽ ബി ദ സഫറർ ഫോർ നോ ഫോൾട്ട് ഓഫ് മൈൻ. കാരണം അയാളെ പൂർണ്ണമായി സ്നേഹിച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ട് ഞാൻ ഈ ഡിസീസ് ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് ആവശ്യമേ ഉള്ള കാര്യമല്ല. സോ നമുക്കൊരാളെ സ്നേഹിക്കാം, എത്ര വേണമെങ്കിലും സ്നേഹിക്കാം, ദൂരെ നിന്ന് തന്നെ സ്നേഹിക്കാം, അടുത്തൊന്നും സ്നേഹിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ കല്യാണം എന്ന് പറയുന്ന ഈ ഒരു കൺവള്യൂട്ടഡ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണ്ട എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തത് ഈ ഒരൊറ്റ കാരണം കൊണ്ട്. ഇനി നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ ഈ ഒരു തോട്ട് വന്നേക്കാം. പക്ഷെ സൊസൈറ്റിയുടെ നിർബന്ധം മൂലം, വീട്ടുകാരുടെ നിർബന്ധം മൂലം, ഇമോഷണൽ ആയിട്ടുള്ള ബ്ലാക്ക് മെയിൽ മൂലം ചിലപ്പോൾ നിങ്ങൾക്ക് കല്യാണത്തിലേക്ക് പോകേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ വന്നിരിക്കാം. അങ്ങനെയുള്ള സമയത്ത് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, അഥവാ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ നിലനിർത്തേണ്ട, നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു അച്ഛനാവേണ്ട, നല്ലൊരു അമ്മയാവേണ്ട റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. കല്യാണം കഴിച്ചതിന് ശേഷം മറ്റുള്ള പുരുഷന് പല പുരുഷന്മാരുടെ പുറകെ പോകുന്നത് ഉചിതമായൊരു കാര്യമല്ല. അവിടെ നിങ്ങൾ നിങ്ങളുടെ പോളിഗാമസ് നേച്ചറിനെ കൺസ്ട്രെയിൻ ചെയ്തേ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഡൈവോഴ്സ് ചെയ്യാം, ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. എനിക്കിത് പറയാം, കാരണം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാത്തത് വളരെ ആസൂത്രിതമായിട്ട് ചെയ്തൊരു മൂവാണ്. എനിക്ക് റെസ്ട്രെയിൻ ചെയ്യപ്പെടുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാത്തത്. എന്നെപ്പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോളുക. അല്ലാതെ മനസ്സിലൊന്ന് പുറത്തൊന്ന് വെച്ചിട്ട് ചതി ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ അത് എഫക്ട് ചെയ്യും, നിങ്ങളുടെ മക്കളെ അത് എഫക്ട് ചെയ്യും, നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ ലൈഫിനെ അത് എഫക്ട് ചെയ്യും. സോ ഒരിക്കലും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതിന് നിൽക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ ആ മാരേജിനെ ഡിസോൾവ് ചെയ്തിട്ട് വേറൊന്നിലേക്ക് പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പോയിക്കോളും. പക്ഷെ ഡിസോൾവ് ചെയ്തതിന് ശേഷം പോവുക. അല്ല എങ്കിൽ 2 തോണിയിൽ കാലിടുന്നത് ഒരു നല്ല കാര്യമല്ല. ഇമോഷണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ചെയ്യാം. പക്ഷെ അവിടെ സെക്സ് വരാതെ നിങ്ങൾ നോക്കണം. ആ പാർട്ട്ണറുമായി സെക്സ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. കാരണം
നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ വിശ്വസിച്ചാണ് വരുന്നത്. നിങ്ങളുടെ ചോയ്സ് ആയിരുന്നു ആ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത്. വീട്ടുകാരുടെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ആയാലും എന്ത് തന്നെയായാലും നിങ്ങളുടെ ചോയ്സ് ആയിരുന്നു നിങ്ങൾ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാമായിരുന്നു കല്യാണം കഴിക്കില്ല, എന്റെ വീട്ടുകാർ പറയുന്നത് വിട്ടിട്ടാണ്, ഞാനത് കേൾക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നു. നിങ്ങളത് പറഞ്ഞില്ല, നിങ്ങൾ കല്യാണം കഴിച്ചു. എന്നിട്ട് കുട്ടികളും ഉണ്ടാക്കിയതിനു ശേഷം ഭാര്യ അല്ലാതെ വേറെ പെണ്ണുങ്ങളുടെ കൂടെ പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. 100%